ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സാന്ത്വനത്തിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ ഒരു വിശേഷം നമുക്ക് കേട്ടു നോക്കിയാലോ. നമ്മുടെ ദേവിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ആനന്ദും അവരൊക്കെ നല്ല ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത്, ദേവി കൊടുത്ത കംപ്ലൈന്റിന്റെ പുറത്ത് നമ്മുടെ ദേവമംഗലം മുഴുവൻ പോലീസ് സ്റ്റേഷനിലകത്തായി പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം കളി നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടെയാണ്. അപ്പം അതിൽ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ ഒരു പ്രൊമോയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സാന്ത്വനത്തിന്റെ പുതിയ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടെ, അതായത് രണ്ട് സെക്ഷനിലായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. അതായത് ആ ദേവമംഗലക്കാരെ ഒരു സൈഡിലും ഉദയഭാനുവിനെയും നമ്മുടെ ശ്രീകലയും ഒരു സൈഡിലായിട്ട് നിർത്തിയിട്ട് സിയെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതായത് ഈ കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ എത്രത്തോളം വാസ്തവ ഉണ്ട് എന്നുള്ളതാണ് പറയണത്. അപ്പൊ ആ സമയത്ത് ഉദയഭാനു പറയുന്നുണ്ട്, മാഡം എന്റെ മോളെ ഞങ്ങള് ചെറിയ തെറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായി. അതായത് എന്റെ മോളുടെ വിദ്യാഭ്യാസം, അവൾ അത്രയും പഠിച്ചിട്ടില്ല, ഒന്ന് രണ്ട് നുണ ഞങ്ങൾ പറഞ്ഞു, ആ തെറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു മാഡം. പക്ഷെ അതിന്റെ പേരിൽ എന്റെ കുട്ടിയെ ഇത്രയും പീഡിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അവളെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കണോ, അവളെ എല്ലാ പണികളും ചെയ്യിപ്പിക്കുന്നു, അതുകൂടാണ്ട് സമയത്തിന് ആഹാരം പോലും എന്റെ മോൾക്ക് കൊടുക്കില്ല. അങ്ങനെ സ്ത്രീകള ആണെങ്കിൽ കരയാണ്, അയ്യോ മേഡം, മേഡത്തിന് അറിയോ എന്റെ മോൾ എന്തോര പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഇതൊന്നും പോരാഞ്ഞിട്ട് ഗോമതി സ്റ്റോർ, ഇവർക്കൊരു കടയുണ്ട്, പലചരക്ക് കട, ആ കടയിലെ പണിയും കൂടെ ചെയ്യിപ്പിക്കും. അപ്പോഴേക്കും നമ്മുടെ ബാലന്റെ മുഖമൊക്കെ വല്ലാണ്ടാവേണ്. കാരണം മനസ്സിൽ പോലും കരുതാത്തയും ചിന്തിക്കാത്തയും പ്രവർത്തിക്കാത്തയും കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. ബാലനെ കണ്ട് വല്ലാണ്ട് വിഷമാവേണ്. അപ്പോഴേക്കും നമ്മുടെ ഈ സ്ത്രീകള പറഞ്ഞു, മേഡത്തിനറിയോ എന്റെ മോള് ഗർഭിണിയായിരുന്ന സമയത്ത് ഇവരെ പീഡനം കൊണ്ട് മാത്രം, ഇവരുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം എന്റെ കുഞ്ഞിന്റെ വയറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞ് മരണപ്പെട്ടു മേഡം എന്ന് പറയുന്നത്. അപ്പോഴേക്കും ആ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട്, അത് ശരിയാണോ എന്ന് പറയാം. അയ്യോ അങ്ങനെയൊന്നും അല്ല മേഡം എന്ന് നമ്മുടെ ഗോമതി പറ, അയ്യോ അങ്ങനെയല്ല മേഡം. അപ്പൊ പറയാം, അന്ന് എന്താ ഉണ്ടായത്, എനിക്ക് അതിന്റെ ഫുൾ ഒരു ഡീറ്റെയിൽസ് പറയാൻ പറയാം. അപ്പൊ ഗോമതി പറയുന്നുണ്ട്, അതായത് മോള് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക്, ദേവി ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് തെന്നി വീണേന്. അങ്ങനെ തെന്നി വീണെന്നും പറഞ്ഞ് അബോഷൻ നടക്കുവോ? അപ്പൊ പറയും, എനിക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം, അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു. ഏത് ഹോസ്പിറ്റലിലാണ്, ഏത് ഡോക്ടറാണ് ട്രീറ്റ്മെന്റ് ചെയ്തെന്നുള്ളതൊക്കെ എനിക്ക് വിശദമായിട്ട് അറിയണം, എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണമെന്ന് മറ്റേ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥ പറയണ. അപ്പൊ പറയും, മേഡം അത് അപ്പം നമ്മുടെ മീനാക്ഷി പുറത്താണല്ലോ. അങ്ങനെ ഗോമതിയുടെ മൊബൈലിൽ നിന്ന് മീനാക്ഷിയെ വിളിക്കണം. മീനാക്ഷിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ ഇവിടെ സി എ മേഡത്തിന് നമ്മളെ ദേവിയുടെ, അതായത് അന്ന് അബോഷൻ നടന്നില്ല, ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡീറ്റെയിൽസും വേണമെന്ന് പറയുന്നത്. മോൾ അത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാവോ മോളെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുവരാം അമ്മ, ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ഫോൺ വെക്കാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഗോമതി അല്ലല്ലോ, നമ്മുടെ ശ്രീകല ഈ ദേവമംഗലത്തിലുള്ള ഗോമതിയെ കുറിച്ചും മീനാക്ഷിയെ കുറിച്ചും മിത്രയെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നും പറയണ്. അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു. അപ്പൊ ഈ മേഡം പറയുന്നുണ്ട്, അതെ എനിക്ക് നിങ്ങളോട്, അതായത് ദേവമംഗലക്കാരോട് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു പെൺകുട്ടിയെ ശാരീരിക പീഡനം അല്ലെങ്കിൽ ഗാർഹിക പീഡനം നടത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയും കണ്ടു അറിഞ്ഞും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയണം. കാരണം അങ്ങനെയൊക്കെ വന്നാൽ അത് കടുത്ത ശിക്ഷ നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് പറയാൻ കേട്ടോ. അപ്പൊ ഇത് കേട്ടതും ഗോമതി ആ മേഡത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, മേഡം ഇവര് പറയുന്ന പോലെ അല്ല മേഡം, വ്യക്തമായിട്ട് വേണമെങ്കിൽ തിരക്കി നോക്കിയോളൂ. ഞങ്ങള് ശ്രീദേവിയെ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്ത് നോക്കിയെന്നും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ശുശ്രൂഷിച്ചത് എന്നുള്ളതൊക്കെ മേഡം ഒന്ന് മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, ഈ ഒരു അവസ്ഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഭയങ്കര ഒരു ഇതായി പോവുകയാണ്. കാര്യം വേറൊന്നുമല്ല, ഇങ്ങനത്തെ ഒരു ആരോപണം ദേവമംഗലത്ത് വരികയാണെങ്കിൽ അത്, കാരണം ഉദയഭാനും ശ്രീകലയും അതേ നിലപാടിൽ തന്നെ, അവരെ മോളെ അങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഒരൊറ്റ നിലപാടിൽ നിൽക്കുകയാണ്. പക്ഷെ ഇവര് അത് നിഷേധിക്കുന്നുണ്ട്, മേഡം തിരക്കി നോക്കാനൊക്കെ പറയണ. ഈ സമയത്ത് നമ്മുടെ മീനാക്ഷി നമ്മുടെ ദേവിയെ അന്ന് അബോഷൻ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പൊ അത് വായിച്ചു നോക്കിയപ്പോ ആ പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നുണ്ട്, ഇതിൽ പറഞ്ഞിരിക്കുന്ന വയറിൽ
ശക്തമായ ക്ഷതം ഏറ്റത് കൊണ്ടാണ് അബോർഷൻ നടന്നു എന്നുള്ളതാണല്ലോ. അതെങ്ങനെയാണ് സംഭവിച്ചത്? അപ്പോഴേക്കും നമ്മുടെ മിത്ര പറയും, മേഡം ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട്. അതായത് ദേവിയേട്ടത്തി ഗർഭിണി ആയപ്പോ മുതൽ ദേവിയേട്ടത്തിന് ഞങ്ങൾ ഒരു കാര്യം, ഒരു ജോലി പോലും ഞങ്ങളെ ചെയ്യിപ്പിക്കാണ്ട് ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ദേവിയേട്ടത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ദേവിയേട്ടത്തി ബാത്റൂമിൽ പോയത്. എന്റെ കണ്ണന്നേരം മാറി. ഞാൻ ദേവിയേട്ടത്തിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാ. മിത്ര പറയാണ്. അപ്പൊ ആ സമയത്ത് മാറ്റിൽ തട്ടി ദേവിയേട്ടത്തി ചെന്ന് വഴിക്ക് വീണതും ഈ സെറ്റിയിൽ ചെന്ന് വയറങ്ങിടിച്ചു. അങ്ങനെയാണ് അബോർഷൻ നടന്നതെന്ന് പറയാണ്. അപ്പം പറഞ്ഞ് ഇത് അങ്ങനെ ഒരു സെറ്റിയിൽ അടിച്ചെന്നും പറഞ്ഞ് അബോർഷൻ നടക്കുമോ? എനിക്കത് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ഈ സി എ മേഡം പറയാണ്. അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറഞ്ഞു, മേഡം എനിക്ക് പറയാൻ ഒരു അവസരം തരാവോ? എന്നെ ഇതിൽ പ്രതിയാക്കിയിട്ടില്ല, എന്ത് കാരണത്താലാന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ മേഡം കേൾക്കണം. കാരണം ഈ ഒരു കംപ്ലൈന്റ് മേഡം പറഞ്ഞല്ലോ, ശ്രീദേവി എന്ന് പറയുന്ന വ്യക്തി എഴുതി തന്ന കംപ്ലൈന്റ് ആണ്. ഇതുവരെ ആയിട്ടും ഈ കംപ്ലൈന്റ് സത്യാവസ്ഥ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ശരി ജെനുവിൻ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണോ എന്നുള്ളത് മേഡം വ്യക്തമായിട്ട് തിരക്കോ. ശ്രീദേവി എന്ന് പറഞ്ഞ മേഡം ഇത്രയായിട്ടും ഇവിടെ വന്നിട്ടില്ല. അവര് വന്ന് ഇതൊക്കെ ശരിയാണെന്ന് അവരെ വാഗൊണ്ട് അവര് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. മേഡം അവരെ വിളിച്ചു ചോദിച്ചോ? നിങ്ങൾ പോലും അവരെ ശ്രീദേവി എന്ന് പറഞ്ഞവരെ കണ്ടിട്ടില്ല. അപ്പൊ അത് ഒന്ന് അവരെ വിളിച്ച് ഇവിടെ വരുത്തി ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയൊക്കെ ഉണ്ടോ എന്നുള്ളത് തിരക്കിയിട്ട് മേഡം ബാക്കി ആക്ഷൻ എടുത്താൽ പോരെന്ന് മീനാക്ഷി ആ സി എ മേഡത്തിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവരൊരു നിമിഷം ചിന്തിച്ചു, ശരിയാണല്ലോ, ഈ ശ്രീദേവിയാണ് ഇത്രയും കംപ്ലൈന്റുകൾ എഴുതി തന്നു ഒപ്പിട്ട് കൊടുത്തു എന്ന് ഇവര് പറയുന്നുണ്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉദയഭാനുവിന്റെ ശ്രീകലയുടെ മുഖമൊക്കെ മാറാണ്. കാരണം ദേവി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ വിഷയം മാറി മറിയും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. അങ്ങനെ അവരാകെ അന്തളിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ സി എ മേഡം ഉദയഭാനുവിന്റെ അടുത്തും ശ്രീകലയുടെ അടുത്ത് പറയും, അതെ എത്രയും പെട്ടെന്ന് ഈ പരാതിക്കാരിയായ ശ്രീദേവി ഇവിടെ ഇപ്പൊ എത്തിയിരിക്കണം. അയ്യോ മേഡം, എന്റെ മോളെ എങ്ങനെയാണ് ഞാൻ കൊണ്ടുവരണത്? ഇവരെ പീഡനം കാരണം എന്റെ മോക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിവില്ല. ഒരു ബാത്റൂമിൽ പോണമെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേര് താങ്ങി എന്റെ മോളെ ഒന്ന് കൊണ്ടുപോണത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്ത്രീകളെ കിടന്ന് ഇങ്ങനെ നിലവിളിക്കാനായിട്ടോ. അപ്പോഴേക്ക് സി എ മേഡം പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മോളുടെ അസുഖമൊക്കെ മാറിയിട്ട് നമുക്ക് ഈ കേസ് എടുത്താൽ മതി, ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കുക. അയ്യോ അത് വേണ്ട മേഡം, അത് വേണ്ട, അത് വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും മോളെ കൊണ്ടുവരാം. കാരണം ഇവരെയൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഇനി കിട്ടൂല. എന്റെ മോൾ അനുഭവിച്ച വേദന അത്രയ്ക്ക് വലുതാണ് മേഡം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സ്ത്രീകളെ കിടന്ന് ഇങ്ങനെ കരയണേ. കള്ളക്കരച്ചിലിന്റെ കരച്ചിലാണ്. അവസാനം അവര് പറയും, ആംബുലൻസിലാണെങ്കിലും ശരി, സി എം മേഡം പറയും എത്രയും പെട്ടെന്ന് ശ്രീദേവിനെ ഇവിടെ കൊണ്ടുവരണം. കൊണ്ടുവന്ന് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ പരാതിക്കാരി തന്നെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ ഇതറിഞ്ഞ സമയത്ത്, ഈ ഒരു കേസ് ഇത്ര ആയ സമയത്ത് നമ്മുടെ ശ്രീദേവിനെ കൊണ്ടുവരാനായിട്ട് ഉദയഭാനും ശ്രീകലയും കൂടെ ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രീദേവിനെ കൊണ്ടുവരുന്നത്. ശ്രീദേവിനെ കണ്ടതും ഗോമതിക്കും അതുപോലെ തന്നെ ആനന്ദിനും ഒക്കെ ഭയങ്കര ദേഷ്യമാണ്. ശ്രീദേവി വന്നു സ്റ്റേഷനിലെത്തി എല്ലാവരെയും ഒന്ന് നോക്കിയാണ്, പേടിച്ച് നിൽക്കണം കേട്ടോ. കാരണം ഇതൊന്നും ശ്രീദേവി അറിഞ്ഞ സത്യത്തെ ശ്രീദേവി ഇതൊന്നും അറിഞ്ഞ കാര്യങ്ങളല്ല. തന്റെ അച്ഛനും അമ്മയും തനിക്ക് ചെയ്ത അടുത്തൊരു കുരുക്കാണ് ഇത്. അപ്പം ഇതിലൊന്നും താൻ പെട്ടല്ല എന്ന് പറയണം. അപ്പോഴേക്കും ആ സി എ മേഡം പറഞ്ഞു, നിങ്ങളാണോ ശ്രീദേവി? അതെ മേഡം, ഞാനാണ് ശ്രീദേവി. അതെ, നിങ്ങളാണോ ഈ പരാതി ഇവിടെ തന്നത്? അപ്പോഴേക്കും ശ്രീദേവി ഒന്നും മിണ്ടാണ്ട് ഉദയഭാനുവിനെയും ശ്രീകലേനെയും നോക്കി. കാരണം എന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ ഞങ്ങള് ആ നിമിഷം ആത്മഹത്യ ചെയ്യൂന്നും പറഞ്ഞ് ദേവീനെ പേടിപ്പിച്ചൊക്കെയാണ് ഉദയഭാനും ശ്രീകലയും കൂടെ. അങ്ങനെ ദേവി പരിങ്ങി പരിങ്ങി നിൽക്കുകയാണ്. അല്ല, നിങ്ങളുടെ കുഞ്ഞ് അബോഷനായി പോയെന്ന് പറഞ്ഞല്ലോ, അന്ന് ശരിക്കും എന്താ നടന്നത്? അപ്പം നമ്മുടെ ദേവി അവരെയൊക്കെ നോക്കിയാണ്, ഗോമതിയും ഇവരെന്താ പറഞ്ഞേക്കണേന്ന് അറിഞ്ഞൂടെ. അവസാനം നമ്മുടെ ശ്രീദേവി അന്ന് പറഞ്ഞ അതേ കഥ എന്നെ എല്ലാവരുടെ അടുത്തും പറയണം. അതായത് ഞങ്ങള് പെണ്ണുങ്ങൾ മാത്രം വീട്ടിലുണ്ടായിരുന്നപ്പോ ഒരു കള്ളൻ ആ വീട്ടിൽ വരികയും ആ കള്ളനെ കണ്ട് പേടിച്ച് ഞാൻ ഓടാനായിട്ട് ശ്രമിച്ചു. അപ്പം അതായത് ആ കള്ളൻ അവരെ ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്ക് ശ്രീദേവി ചെന്ന വേറെ ഏതോ അവരുടെ വീട്ടിലുള്ള ഏതോ ഒരാളെ തന്നെ, അതായത് അനുശ്രീനെയോ അമിത്രേനെ ആരോ ആ കള്ളൻ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ ശ്രീദേവി ഓടിച്ചെന്നത് മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആ കള്ളൻ പിടിച്ച് ഉന്തി ഇങ്ങനെ വിട്ടു. ആ സമയം ദേവിയുടെ വയറ് ചെന്ന് സെറ്റിയിൽ ഇടിച്ചിട്ട് അങ്ങനെ അബോർഷൻ നടന്നു എന്നുള്ളതാണ്
എന്നാണ് ശ്രീദേവി പറയണ അടുത്ത കഥ. അപ്പൊ CA ചോദിച്ചു, ഇതൊരു പുതിയ കഥയാണല്ലോ, ഇത് അടുത്ത കണ്ടുപിടുത്താണോ എന്ന് ചോദിച്ചു. അപ്പൊ CA മേഡം പറഞ്ഞു, അതെ, നിങ്ങൾ ഓരോരുത്തരും ഒരു കണക്ഷനും ഇല്ലാത്ത ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് അറിയണം. കാരണം എനിക്ക് നിങ്ങളുടെ ഈ ഒരു കേസ് മാത്രം ഈ പോലീസ് സ്റ്റേഷനിൽ നടത്തിക്കൊണ്ട് പോയാൽ പോരാ, ഇതിൽ ഇനി ഒരുപാട് പേരുടെ പരാതികൾ പരിഹരിക്കാനുള്ളതാണ്. നിങ്ങളുടെ ഈ 2 കുടുംബക്കാരുടെ ഈ പീഡന കേസും പിടിച്ചോണ്ടിരുന്നാലേ എന്റെ ഒരു ദിവസം അങ്ങോട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ സത്യമായിട്ട് പറയാം. അപ്പൊ നമ്മുടെ ഗോമതി ബാലനൊക്കെ പറയുന്നുണ്ട്, മേഡം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ കള്ളത്തരങ്ങളില്ല, ഞങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ശ്രീദേവി ഇവിടെ നിപ്പുണ്ടല്ലോ, മേഡത്തിന് വേണമെങ്കിൽ അവരോട് ചോദിക്കാലോ. അങ്ങനെ നമ്മുടെ CA മേഡം ചോദിക്കുന്നത്, ഈ പരാതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വാസ്തവത്തിൽ അനുഭവിച്ചതാണോ? അങ്ങനത്തെ ഒരു പീഡനം നിങ്ങൾക്ക് ഈ ദേവമംഗലം കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് CA മേഡം ചോദിക്കുന്നത്. അപ്പൊ ശ്രീദേവിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആനന്ദ് മനസ്സിൽ കണ്ടില്ലേ, അവൾ അടുത്ത കള്ളം മെനഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തെടുക്കുകയാണ്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ ആനന്ദിന്റെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. കാര്യം ഈ കുഞ്ഞിന്റെ കേസിൽ ശ്രീദേവിനെ ആനന്ദ് മനസ്സിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവൾ മനഃപൂർവ്വം കളഞ്ഞതാണ് ആ കുഞ്ഞിനെ എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ അതല്ല വാസ്തവം എന്നുള്ളത് ആനന്ദ് അപ്പോഴാണ് അറിയണത്. ആനന്ദിന് ആകെ ബുദ്ധിമുട്ടായിപ്പോയി, ആകെ ഒരു ഇതായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ ശ്രീദേവിയോട് ഒരു അനുകമ്പ ആനന്ദിന് തോന്നുന്നുണ്ട്. കാരണം സത്യം അപ്പോഴല്ലേ അറിയണത്, അതുവരെ ആനന്ദ് അറിഞ്ഞിട്ടില്ല, മറ്റുള്ളവർക്കെല്ലാം അറിയാം. പക്ഷെ ഇതൊന്നും അല്ല സത്യം, നമ്മുടെ അലോകാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതൊന്നും ഇപ്പം പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിലവിൽ ഒരു കള്ളം വന്നു, ഉന്തി, അങ്ങനെ വയറ് ഇടിച്ചു, അങ്ങനെ കുഞ്ഞാഭൂഷണായി പോയി എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്താണ് നമ്മുടെ സാന്ത്വനത്തിൽ പുതുതായിട്ട് വരാനിരിക്കുന്ന ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ, നമ്മുടെ ദേവമംഗലക്കാരൊക്കെ ഇനി പുറത്തിറങ്ങോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം കേട്ടോ. അപ്പൊ ഇത് ഇപ്പൊ ഒരു ജസ്റ്റ് ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ ഒരു ഇൻട്രോ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.